പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമം. മതിൽ ചാടി കടന്നെത്തിയ ആളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പോലീസിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ഇയാൾ ആരാണ്? എന്തായിരുന്നു ഇത്തരത്തിൽ മതിൽ ചാടിക്കടന്നതിന്റെ ലക്ഷ്യം? നിലിമ, ഇന്ന് രാവിലെ 6:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് സമീപം റെയിൽ ഭവനുണ്ട്. റെയിൽ ഭവന് സമീപത്തെ മതിലിലൂടെ വലിഞ്ഞു കയറി സമീപത്തുള്ള ഒരു മരത്തിലൂടെ വലിഞ്ഞു കയറി അതിനുശേഷം ഈ പാർലമെന്റ് മന്ദിര സമുച്ചയത്തിനകത്തേക്കുള്ള മതിലിനകത്തൂടെ ഊഴ്ന്നിറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ സമയം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ ഇയാൾ പെട്ടില്ല. അതേസമയം തന്നെ ഈ ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ അലാറം അടിച്ച ഒരു സമയത്താണ് CISFനാണ് ഇതിന്റെ സുരക്ഷാ ചുമതല പാർലമെന്റ് മന്ദിരത്തിന്റെ. CISFന്റെ ശ്രദ്ധയിൽപ്പെടുത്തതും ഇയാളെ CISF കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഡൽഹി പോലീസിന് കൈമാറുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയായിട്ടും പുറത്തുവിട്ടിട്ടില്ല. ഏകദേശം 38 വയസ്സ് ഇയാൾക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ, IB അടക്കമുള്ള വിവിധ അന്വേഷണ ഏജൻസികളും ഇയാളെ ഇപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഇയാളുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് ഇനിയും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഇയാളെ കസ്റ്റഡിയിൽ ഇപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് CISFും അതേപോലെ തന്നെ ഡൽഹി പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകളുണ്ടോ എന്നതടക്കമുള്ളവ കൃത്യമായി പരിശോധിച്ചു വരികയാണെന്നും അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു. നീലിമ.